ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗർഭിണിയായിരിക്കെ പല മാതാപിതാക്കളുടെയും ഒരു ആഗ്രഹമായിരിക്കും, എൻ്റെ കുഞ്ഞ് ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല സൗന്ദര്യമുള്ള ആളായിട്ട് വളരണം, എൻ്റെ കുഞ്ഞ് നല്ല സൗന്ദര്യമുണ്ടായിരിക്കണം, എൻ്റെ കുട്ടി വളർന്നു വരുമ്പോൾ നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിയുമുള്ള കുട്ടിയായിക്കൊണ്ട് വളരണം. ഇങ്ങനെ തുടങ്ങി നല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾക്ക്. ഗർഭിണിയായിരിക്കെ ഒരു മാതാവിന് ഒരുപാട് ആ കുഞ്ഞിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആ പിതാവിനും. അപ്പോൾ ഖുർആനിലുണ്ട് അതിനെല്ലാമുള്ള പരിഹാര മാർഗങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ, ഓരോ ആഗ്രഹത്തിനും ഏതൊക്കെ സൂറത്താണ് ഗർഭിണിയായിരിക്കെ ആ സ്ത്രീ ഓതേണ്ടത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാം പ്രതിഫലം നാളെ നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ എല്ലാവരെയും മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നാളെ ഖബറിൽ നമുക്കെല്ലാവർക്കും സ്വർഗ പൂന്തോപ്പാക്കി തരട്ടെ. ഖബർ ജീവിതം സന്തോഷകരമാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഗർഭിണി പതിവാക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാം, അത് എന്തിന് എല്ലാം വേണ്ടിയിട്ടാണ് പതിവാക്കേണ്ടത്, എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സൂറത്തുകൾ പതിവാക്കേണ്ടത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഗർഭിണികൾ പതിവാക്കേണ്ട സൂറത്തുകളാണ് സൂറത്തുൽ ഹുജുറാത്ത്, സൂറത്തു തോരിഖ്, സൂറത്തുൽ കൗസർ, അതുപോലെ തന്നെ സൂറത്തുൽ മറിയം, അതുപോലെ സൂറത്തുൽ യൂസുഫ്. ഈ സൂറത്തുകളെല്ലാം തന്നെ ഗർഭിണികൾ പതിവാക്കേണ്ട സൂറത്തുകളാണ്. സൂറത്തുൽ ഹുജുറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ പരിപൂർണ സുരക്ഷയ്ക്കും കാവലിനും ഉത്തമമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജുറാത്ത്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ സൂറത്തുൽ ഹുജുറാത്ത് പതിവായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. സൂറത്തുൽ ഹുജുറാത്ത് പതിവായി ഓതിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പരിപൂർണ സുരക്ഷയ്ക്കും കാവലിനും ഉത്തമമാണ്. കുഞ്ഞിൻ്റെ പരിപൂർണ സുരക്ഷയ്ക്കും കാവലിനും ഉത്തമമാണ്. അതുപോലെ സൂറത്തു തോരിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിന് ഓർമ്മശക്തിയും ബുദ്ധിയും ലഭിക്കാൻ, കുഞ്ഞ് ഓർമ്മശക്തിയും ബുദ്ധിയുമുള്ള ആളായിട്ട് വളരുവാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് സൂറത്തു തോരിഖ് പതിവാക്കണം എന്ന് പറയുന്നത്. അടുത്തതായി സൂറത്തുൽ കൗസർ ഓതാൻ ശ്രദ്ധിക്കുക. സൂറത്തുൽ കൗസർ ഓതേണ്ടത് 5-ാം മാസം മുതലാണ്. 5-ാം മാസം മുതൽ നിത്യവും പതിവായി ഓതാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ഓതാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് കഴിയുന്നത്ര ഓതുക. ദിവസവും സൂറത്തുൽ കൗസർ പതിവായി ഓതുക. ഇത് ഓതേണ്ടത് 5-ാം മാസം മുതലാണ്. ഇനി അടുത്തതായിട്ട് പതിവാക്കാൻ ശ്രദ്ധിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മറിയം ഓതേണ്ടത് 6-ാം മാസം മുതലാണ്. 6-ാം മാസം മുതൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മറിയം. ഈ സൂറത്ത് ഓതിയാൽ കുഞ്ഞിൻ്റെ സമ്പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ കുഞ്ഞിന് അംഗവൈകല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ കുഞ്ഞിൻ്റെ സമ്പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അംഗവൈകല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി സൂറത്തുൽ മറിയം 6-ാം മാസം മുതൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കഴിയുന്നതുപോലെ പതിവാക്കാം, നിങ്ങൾക്ക് കഴിയുന്നത്ര പതിവാക്കാവുന്നതാണ് സൂറത്തുൽ മറിയം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ യൂസുഫ്. ഇത് ഒരുപാട് രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹമാണ്. വയറ്റിലുണ്ടാകുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞ് നല്ല ഭംഗിയുള്ളവളായി അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളവനായി വളരണം എന്നുള്ളത്. എന്നെപ്പോലെയാകരുത്, എൻ്റെ കുഞ്ഞ് നല്ല സൗന്ദര്യമുള്ളവളായിരിക്കണം അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവനായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പല മാതാവും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ യൂസുഫ്. ഇത് കുഞ്ഞിന് നല്ല ഭംഗിയുണ്ടാവാൻ ഈ സൂറത്ത് നിത്യവും പതിവായി ഓതുക.
അപ്പോൾ ഒരു ഗർഭിണി സൂറത്തുൽ യൂസുഫ് പതിവാക്കിയാൽ ആ ഗർഭിണി, ആ വയറ്റിലുള്ള ആ കുഞ്ഞ് നല്ല ഭംഗിയുള്ള കുട്ടിയായിട്ട് വളരുന്നതാണ്. നല്ല ഈമാനുള്ള, നല്ല പ്രകാശമുള്ള, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിട്ട് വളരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഗർഭിണികൾ സൂറത്തുൽ യൂസുഫ് പതിവാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സൂറത്തുൽ കുഞ്ഞ് നല്ല ഭംഗിയുണ്ടാവാൻ സൂറത്തുൽ യൂസുഫ് പതിവായി ഓതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഗർഭിണി പതിവാക്കേണ്ട സൂറത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്ലാസ് ശ്രവിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാവാം, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും മക്കളാവട്ടെ, മരുമക്കളാവട്ടെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർ, അയൽപ്പക്കക്കാർ, കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമൊക്കെ ഗർഭിണികളായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രസവം അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ നല്ല സുഖപ്രസവമാക്കി കൊടുക്കട്ടെ. ഒരു ആരോഗ്യത്തിന് ഒരു കേടുപാടുമില്ലാതെ, ആ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും സുഖപ്രസവമാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും നല്ല രീതിയിൽ സുഖപ്രസവം നൽകട്ടെ. അതുപോലെ വയറ്റിലില്ലാതെ ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ വേണ്ടിയിട്ട്, ഒരു കുഞ്ഞുണ്ടാവുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഗർഭം ധരിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ വയറ്റിലില്ലാതെ ഒരുപാട് വിഷമിക്കുന്ന, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പടച്ച റബ്ബ് അവർക്കെല്ലാം നല്ല മക്കളെ നൽകട്ടെ. നല്ല ദീനിയായ, നല്ല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, നല്ല സ്വാലിഹായ, ദീനിയായ നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ നല്ല മക്കളാക്കി വളരട്ടെ. നാളെ നമുക്ക് ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ, നല്ല ദീനിയായ, നല്ല ദീനി ചിട്ടയിൽ വളരുന്ന, നല്ല ദീനി ചിട്ടയിൽ മുന്നോട്ട് പോകുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ എല്ലാവരെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അവരെ എല്ലാവരെയും നല്ല ദീനിയായ മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു തആല വളർത്തട്ടെ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മലായിക്കത്തിൻ്റെ കാവലിന് നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല 5 നേരം നമുക്ക് ഖളാ ആവാതെ നിസ്കരിക്കുവാനുള്ള മനസ്സിനെ നൽകട്ടെ. നമ്മുടെ അനാവശ്യ ചിന്തകളെ എല്ലാം എടുത്തു കളഞ്ഞ് നമ്മുടെ ചിന്തകളെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല രീതിയിൽ ചിന്തകളെ കേന്ദ്രീകരിക്കുവാനുള്ള ഒരു കഴിവിനെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെ എല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ടു തരട്ടെ. നാളെ മുത്ത് നബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകണമേ അല്ലാഹ്, സ്വർഗം നൽകണമേ അല്ലാഹ്, സ്വർഗം നൽകണമേ അല്ലാഹ്. നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ, സ്വർഗം നൽകണമേ അല്ലാഹ്. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.